Afternoon all. Afternoon. The vice of care no. Okay, now evidam vare eduthu nathiyathu. Audiology vare alle. Okay, next ഭാഗം തുടങ്ങാം. Okay, start ചെയ്യാം. Voice clear അല്ലേ? Okay. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത് അല്ലെ. നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ കണ്ടായിരുന്നു അല്ലെ. മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ നമ്മൾ കണ്ടതിലെ അല്ലെ ഓരോ വിഭാഗത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് നമ്മുടെ ഇൻപേഷ്യന്റ് സർവീസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതില് ഔട്ട് പേഷ്യന്റ് സർവീസിലെ കാഷ്വാലിറ്റി, കാർഡിയോളജി, അങ്ങനെയുള്ള ഓരോ വിഭാഗത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡിസ്കസ് ചെയ്തു. കാർഡിയോളജിയും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് അനസ്തേഷ്യോളജിയാണ്. ഓക്കെ, അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നത് ഏത് ടൈമിലാണ് എപ്പോഴും നമ്മൾ അനസ്തേഷ്യ ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്? എന്തെങ്കിലും സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. രോഗിയെ കുറച്ചു നേരം ഓപ്പറേഷൻ ബോധരഹിതമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴാണ് അനസ്തേഷ്യയുടെ സേവനം ലഭ്യമാകേണ്ടി വരുന്നത് അല്ലെ. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ഫോർ പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറീസ്. നമുക്കറിയാം എന്തെങ്കിലും അനസ്തേഷ്യപരമായിട്ടുള്ള പേഷ്യൻസിനെ ബോധരഹിതമാക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ, അതിന് കേസ് നമുക്കറിയാം മെയിൻലി ഓപ്പറേഷൻ ടൈമിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് വരുന്നത്. ഡോക്ടേഴ്സ് ആ ഡിപ്പാർട്ട്മെന്റില് അതിന്റെ സേവനം അവർക്ക് ലഭ്യമാക്കുന്നത്. അനസ്തേഷ്യോളജി വിൽ അഡ്മിനിസ്റ്റർ ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. അതായത് അനസ്തേഷ്യ പൊതുവെ നമുക്കറിയാം 3 വിധത്തിലാണ് അവരെ ഡോക്ടേഴ്സ് ലഭ്യമാക്കുന്നത്. എല്ലാവർക്കും അല്ലെ ഫുൾ ബോധരഹിതമാക്കേണ്ട അവസ്ഥകളൊന്നും വരില്ല അല്ലെ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യയും ഉണ്ട്. ഫുൾ ബോഡി നമുക്കറിയാം അൺകോൺഷ്യസ് ആയിട്ട് അല്ലെ ബോധരഹിതമാക്കിയിട്ട് എന്തെങ്കിലും പ്രക്രിയ നിർവഹിക്കേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് ഡോക്ടേഴ്സ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. കാരണം ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റിനാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റിനാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സോ മനസ്സിലാക്കി തന്നെ പഠിക്കാം. 3 തരത്തിലുള്ള അനസ്തേഷ്യയാണുള്ളത്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. Okay. General anesthesia is a medicine that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. Okay. എന്താണ് IV എന്ന് പറയുന്നത്? IV എന്ന് പറയുന്ന ഞരമ്പിലൂടെ നമുക്ക് മെഡിസിൻ ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻട്രാവീനിയസ് കാനുല, അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം എന്നത്. ഓക്കെ, അപ്പൊ
ആ കരൾ വഴിയാണ് മെഡിസിൻ ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മേലെ എന്താ പറയുന്നത്, ജനറൽ അനസ്തീഷ്യ ഈസ് എ മെഡിസിൻ ദാറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ബൈ ആൻ അനസ്തീഷ്യോളജിസ്റ്റ്. അല്ലെ, അത് കൈകാര്യം ചെയ്യുന്ന അനസ്തീഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടർ. അത് എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? മാസ്കോർ ആൻഡ് IV cannula placed in the vein. അല്ലെ, നമ്മുടെ വെയിനിൽ IV cannula ഉപയോഗിച്ചിട്ടാണ് ആ ജനറൽ അനസ്തീഷ്യ മെഡിസിൻ അവർക്ക് ലഭ്യമാക്കുന്നത്, പേഷ്യൻസിന് കൊടുക്കുന്നത്. അതായത് അനസ്തീഷ്യ ഈസ് വർക്കിംഗ്, പേഷ്യന്റ് വിൽ ബിക്കം അൺകോൺഷ്യസ്. അനസ്തീഷ്യ അവിടെ ആ പേഷ്യന്റിനെ ലഭ്യമാക്കി കൊടുക്കുക, അതിന്റെ ആ ഒരു പ്രവർത്തനം തുടങ്ങി ബോധരഹിതമായിട്ട് ആ പേഷ്യന്റ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ അനസ്തേഷ്യയില് എങ്ങനെയാണ് പേഷ്യന്റ് ആവുന്നത്? ഫുൾ അൺകോൺഷ്യസ് ആവുക, അല്ലെ, ബോധരഹിതമാവാനായിട്ടുള്ള ഒരു മെഡിസിൻ ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു പേര് ഇമ്പോർട്ടന്റ് ആണ്. വൈൽ അനസ്തേഷ്യ ഈസ് വർക്കിംഗ്, പേഷ്യന്റ് വിൽ ബിക്കം അൺകോൺഷ്യസ്. അല്ലെ, ജനറൽ അനസ്തേഷ്യയിലാണ് ഫുള്ളി പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട് മാറുന്നത്. നമുക്കറിയാം, ആ ടൈം കഴിയുമ്പോൾ റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആ മെഡിസിന്റെ പവർ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നോർമലി പേഷ്യന്റ് റിക്കവർ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും നമുക്കറിയാം, ജനറൽ അനസ്തേഷ്യക്ക് എപ്പോഴാണ് കൊടുക്കുക? വലിയ വലിയ മേജർ ഓപ്പറേഷൻസ് ഒക്കെ ആ പേഷ്യന്റിന് ലഭ്യമാകേണ്ട അവസ്ഥ വരുമ്പോഴാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അല്ലെ, ഫുൾ ബോഡി അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. നമുക്ക് ലോക്കൽ അനസ്തേഷ്യ. എന്താണ് ലോക്കൽ അനസ്തേഷ്യയിൽ പറയുന്നത്? എ ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മാൾ ഏരിയാസ്. ഏതെങ്കിലും ഒരു ചെറിയ ഏരിയയിൽ മാത്രം, അല്ലെ, അവിടെ മരവിപ്പിക്കുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം, അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഡെന്റിസ്റ്റ്, അല്ലെ, ഡെന്റിസ്റ്റ് യൂസ് ലോക്കൽ അനസ്തേഷ്യ വെൻ നമ്പറിംഗ് എ ജോബ് ഓർ നമുക്കറിയാം പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയിട്ടുള്ളവർക്കൊക്കെ അനുഭവവേദ്യമായിരിക്കും. അവിടെ മരവിപ്പിച്ചിട്ടായിരിക്കും, അല്ലെ, കുട്ടികളെ വരെ പലർക്കും ചെറിയ രീതിയിലുള്ള ഒരു മരയിപ്പിക്കൽ അവർ നടത്തും. അല്ലെ, മുതിർന്നവർക്കാണെങ്കിലും ആ ഭാഗത്ത് മാത്രമാണ് അവർ മരയിപ്പിക്കുക. അതിനുശേഷം നമുക്കറിയാം അത് റിക്കവർ ചെയ്ത് വരും. ഓക്കെ അല്ലേ? ജനറൽ അനസ്തേഷ്യയും ലോക്കൽ അനസ്തേഷ്യയും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ സൈറ്റിൽ ചോദിക്കുമ്പോൾ ഓർത്ത് വെക്കുക. ലോക്കൽ അനസ്തേഷ്യ ഏതൊക്കെ ടൈപ്പിലുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഡെന്റൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ലോക്കൽ അനസ്തേഷ്യ അതൊരു സ്പെസിഫിക് പോർഷന് മാത്രമാണ് എന്താണ് ബോധരഹിതമാക്കുന്നത്. മരവിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനൊരു അനസ്തേഷ്യയും കൂടിയുണ്ട്, നോക്കാം. റീജിയണൽ അനസ്തേഷ്യ. എന്താണ് റീജിയണൽ അനസ്തേഷ്യയിൽ നടക്കുന്നത്? റീജിയണൽ അനസ്തേഷ്യ numbs a specific portion of the body. ഒരു സെപ്പറേറ്റ് ബോഡി ഭാഗത്തിനെയാണ് അവിടെ മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൈകാര്യം ചെയ്യുന്നത്, അല്ലെ, അബോധാവസ്ഥയിലേക്ക് ആക്കുന്നത്. Cesarean sections are done with a regional anesthesia. Cesarean ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം ആ ഒരു പ്രത്യേക ഭാഗമാക്കാം, അല്ലെ. നമുക്കറിയാം പ്രഗ്നൻസി ടൈമിലൊക്കെ അല്ലെ എന്താ സിസേറിയൻ ഒക്കെ അനുഭവപ്പെട്ടവർക്കൊക്കെ എളുപ്പത്തിൽ ഓർമ്മയിലുണ്ടാവും. ആ ടൈമിലൊക്കെ സ്പെഷ്യൽ ഭാഗമാക്കുക, അല്ലെ, അവിടെ അനസ്തേഷ്യ കൊടുത്ത് അവരെ അബോധാവസ്ഥയിലാക്കുകയാണ് ചെയ്യുന്നത്. During the surgery, the anesthesiologist will monitor the patient's blood pressure, rhythm, temperature level of consciousness and amount of oxygen in the blood. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെ, അവിടെ മെഡിസിൻ ഇൻജെക്ട് ചെയ്തിട്ടാണ് മിക്കവാറും നട്ടലിലൂടെ കൊടുക്കുമ്പോൾ നെഞ്ചിന് താഴെയുള്ള ഭാഗമാണ് അവിടെ മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ആ ടൈമിൽ നമുക്കറിയാം ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതാണ്, പക്ഷെ എല്ലാം അവര് അനുഭവവേദ്യമുണ്ട്, അല്ലെ. ഒരു പ്രത്യേക വിഭാഗം മരവിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി ആ കാര്യങ്ങളൊന്നും അനുഭവപ്പെടില്ല, ആ വേദനയും കാര്യങ്ങളൊന്നും അനുഭവപ്പെടില്ല. ആ സമയത്ത് തീർച്ചയായിട്ടും ഡ്യൂറിംഗ് ദ സർജറി അനസ്തേഷ്യോളജിസ്റ്റ് വിൽ മോണിറ്റർ, അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. എന്തൊക്കെ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ, ബ്ലഡ് റിതം, ടെമ്പറേച്ചർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ്, ദെൻ ബോധാവസ്ഥയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്, ദെൻ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ, വീട്ടിലെ ഇരിപ്പും കാര്യങ്ങൾക്ക് എന്തെങ്കിലും താപനിലകൾ സംഭവിക്കുന്നുണ്ടോ,
ബ്ലഡ് പ്രഷർ ഒക്കെ എങ്ങനെയാണ് അല്ലെ, ആ വേരിയേഷൻസ് ഒക്കെ അറ്റ് ടൈമില് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? ഒരു അനസ്തേഷ്യ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങളാണ് അവിടെ ജസ്റ്റ് പറഞ്ഞു പോയത്. നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഏതൊക്കെ തരത്തിലുള്ള അനസ്തേഷ്യയാണ് ഉള്ളത്? ജനറൽ അനസ്തേഷ്യയും ലോക്കൽ അനസ്തേഷ്യയും റീജിയണൽ അനസ്തേഷ്യയുമാണ്. ജനറൽ അനസ്തേഷ്യയില് ബോഡി മൊത്തം അല്ലെ അൺകോൺഷ്യസ് ആവുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ഡെന്റിസ്റ്റ് ഒക്കെ ലോക്കൽ അനസ്തേഷ്യയാണ് പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പോർഷൻ അല്ലെ, ആ സ്പെസിഫിക് പോർഷൻ ആണ് അവിടെ നിറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. സിസേറിയൻ സെക്ഷൻസ് ഒക്കെ എന്താണ് നമ്മുടെ റീജിയണൽ അനസ്തേഷ്യയുടെ ഭാഗം. സോ ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് ദ റീജിയണൽ അനസ്തേഷ്യ. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഡെന്റിസ്റ്റ് ആണ് ലോക്കൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കാൻ സാധാരണയായിട്ട് നടപ്പാക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ജനറൽ അനസ്തേഷ്യയില് ബോഡി അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ? വേണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, CCU or intensive care units, ICU. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, CCU or intensive care units, ICU നമ്മൾ ICU കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എളുപ്പം പഠിച്ചിരിക്കാനായിട്ട് സാധിക്കും. ഈ അബ്രിവേഷൻ ഒക്കെ എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. CCU എന്ന് ചോദിച്ചാലും ICU എന്ന് ചോദിച്ചാലും അതിന്റെ സ്റ്റാൻസ് ഫോം മറക്കാതെ നോട്ട് ചെയ്ത് പോവുക. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ഓക്കെ, critical care unit is a specialty that cares for patients with acute life threatening illness. നമ്മൾ കണ്ടതാണ് അല്ലെ, വളരെ പെട്ടെന്ന് ഭയങ്കര അത്യാഹിത വിഭാഗത്തിലാകുന്ന സമയത്താണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് ആ രോഗിയെ നമ്മൾ അഡ്മിഷൻ കൊടുക്കേണ്ടി വരുന്നത്. ക്രിട്ടിക്കൽ കെയർ ഈസ് ഡെലിവേർഡ് ത്രൂ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, also known as the intensive treatment unit or a critical care unit. വിവിധ പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനൊക്കെ ഉള്ളതാണ്, നമ്മൾ അറിയപ്പെടുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ഹൈലി സ്പെഷ്യലൈസ്ഡ് കെയർ ആണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. ആ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കൊടുക്കുന്നത് കുറച്ച് നല്ല ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഒരു കെയർ ആണ് അവിടെ അവിടുത്തെ രോഗിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെ വയ്യാത്ത പേഷ്യന്റ് ആണ് അഡ്മിഷന് കൊടുക്കുന്നത്. Then patients are usually transferred to ICU after initial stabilization at the emergency room, operation theater or recovery room. ഓക്കെ, നമുക്കറിയാം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ രോഗിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റേജ് ആവുന്നവരേക്കും റിക്കവറി കൈകാര്യം അല്ലേ. നമുക്കറിയാം ഒരു ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോഴും അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ഒബ്സർവേഷൻ ലെവലിൽ ആയിരിക്കും. അതേമാതിരി തന്നെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണെങ്കിലും അതേ തരത്തിലുള്ള പരിചരണമാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. Certain patients need to be isolated and need close and individual medical attention. നമുക്കറിയാം ആ ടൈമിലുള്ള കുട്ടികൾക്കൊക്കെ ക്ലോസ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അല്ലെ, നല്ല രീതിയിൽ അവരുടെ നീരെടുപ്പും അല്ലെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള ബ്ലഡ് പ്രഷറും എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വരുന്നു. അതായത് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. മറ്റു രോഗികളെ പോലെ ഒരു അഡ്മിഷന് വന്നിരിക്കുന്ന രോഗികളെ പോലെ ആയിരിക്കില്ല ക്രിട്ടിക്കൽ കെയറിൽ കിടക്കുന്ന യൂണിറ്റ് കിടക്കുന്ന രോഗികൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. The ICU has a very few beds and is usually handled by specialist doctors and nurses as well as the consultant anesthetics, then physiotherapists and dietitians. നമുക്കറിയാം അവിടെ പൊതുവെ അല്ലെ അവിടെ ICU എന്ന് പറയുമ്പോൾ കുറച്ച് ബെഡുകളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ആ യൂണിറ്റിൽ പ്രത്യേകിച്ച് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുകൾ അല്ലെങ്കിൽ അനസ്തറ്റിക് പ്രത്യേകിച്ച് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ആ അവസ്ഥയിൽ കേട്ട അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അനസ്തേഷ്യ അത് കൊടുക്കേണ്ടതുണ്ടാവും. സോ അനസ്തറ്റിക്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻസ് അല്ലെ, അവരെ കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള ഷെഡ്യൂൾ ക്രമത്തിലെല്ലാം രോഗിയെ പരിശീലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അല്ലെ. കാരണം അവിടെ
മോണിറ്റർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിസരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ലഭ്യമാക്കേണ്ട ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള വ്യക്തികൾ അല്ലെ, അവിടെ നഴ്സസും ഡോക്ടേഴ്സും അതേപോലെ തന്നെ അനസ്തേഷ്യസും ഫിസിയോതെറാപ്പിസ്റ്റുകളും ഡയറ്റീഷ്യൻസ് ഒക്കെ കൃത്യമായിട്ട് അവരുടെ അല്ലെ അവരുടെ സമയക്രമത്തിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് ശുശ്രൂഷ ലഭ്യമാക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മള് പഠിച്ചുപോയ ഭാഗമാണ് ശരിക്കും പ്രതിപാദിക്കുന്നേ ഉള്ളൂ. ഇത് മാതിരി തന്നെയാണ് കേട്ടോ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിയ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷെ ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രോ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഒക്കെയാണ് പഠിച്ചു പോയതാണ്. അബ്രിവേഷനൊക്കെ നോട്ട് ചെയ്ത് പോവുക. അതായത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡെർമറ്റോളജി. ഡെർമറ്റോളജി ഇതുമായി ബേസ് ചെയ്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ സ്കിൻ മാത്രമാണോ? ഹെയർ പിന്നെ എന്തൊക്കെയാണുള്ളത്? ഓക്കെ, യെസ്, ഓക്കെ, ഓരോന്നും നമുക്കറിയാം. നമുക്ക് അത് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാനേ ഉള്ളൂ. ജസ്റ്റ് ഓരോന്നിന്റെയും ഒരു കണ്ടന്റ് അല്ലെ, ചെറിയ ചെറിയ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തു പോകുന്നത്. ഓക്കെ, പോവാം. ഡെർമറ്റോളജി ഓക്കെ പറഞ്ഞത് തന്നെയാണ്. ഡെർമറ്റോളജി ഇസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ diagnosis and treatment of diseases of the skin, hair and nails. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ തൊലി അതേപോലെ തന്നെ മുടി, നെയിൽസ് മായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അസുഖങ്ങളുടെയും അല്ലെ രോഗനിർണയത്തിനും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ശാഖയാണ് എന്തെന്ന് പറയുന്നത് ഡെർമറ്റോളജി വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഡെർമറ്റോളജി ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത്, അത് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പോവുക. എന്താണ്? സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗനിർണയത്തിനും ചികിത്സാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഡെർമറ്റോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. It offers a specialized treatment for all clinical general dermatological problems, including disorders of the skin, hair and nail and venereal diseases, and also advanced cosmetic dermatology service for management of problems like acne, scars, pigmentation, then vitiligo, hair loss or hair fall, unwanted hair, moles, warts, wrinkling, and again skin, എന്താണ് ഏജിങ് സ്കിൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? അതായത് മൊത്തത്തിൽ അല്ലെ യുവത്വത്തിൽ നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് ലാസ്റ്റ് ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതായത് കോസ്മെറ്റോളജി വിഭാഗം എന്ന് നമുക്ക് ഇപ്പോ നവേഡേയ്സിൽ നമുക്ക് കൂടുതലായിട്ട് ഡെർമറ്റോളജിയൊക്കെ കൂടുതൽ അല്ലെ കുറച്ചും കൂടി സാധ്യത വരുന്നത് കോസ്മെറ്റോളജി വിഭാഗം. അതിന്റെ തന്നെ ഒരു വിഭാഗമാണ്, ഉപവിഭാഗമാണ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോ അതിലെന്താണ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്? ഇറ്റ് ഓഫേഴ്സ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ക്ലിനിക്കൽ ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ്. ജനറൽ ആയിട്ടുള്ള ഈ സ്കിൻ, ഹെയർ, നെയിൽ അതുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസുകളെ കൈകാര്യം ചെയ്യുന്നു. ഇൻക്ലൂഡിങ് ഡിസോർഡേഴ്സ് ഓഫ് ദ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ അല്ലെ, അതിന്റെയൊക്കെ സ്ഥാനം തെറ്റിയുള്ള അല്ലെ നമുക്കറിയാം നമ്മുടെ തുല്യാണെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെ. സാധാരണ രീതിയിൽ മനുഷ്യന്റെ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമില്ല, അത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും അംഗീകരിക്കുന്നതാണ് അല്ലെ. അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളെല്ലാം നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ലഭ്യമാകുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുക. പേരെന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിന്റെയൊക്കെ ചികിത്സാ കാര്യങ്ങൾ ലഭ്യമാകുന്നത്? ഡെർമറ്റോളജി. യെസ്, ഗുഡ്. ആ പേര് മനസ്സിലാക്കി പതിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് അത്രയും പഠിക്കാനോ ഏത് വിഭാഗമാണെന്നാണ് ഈ ചാപ്റ്ററിൽ ഇങ്ങനെ പഠിച്ചു പോകാനുള്ളത്. അപ്പൊ ഡെർമറ്റോളജി വിഭാഗത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചികിത്സാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെ നടപടികൾ ഉണ്ടാവുന്നത്. ഇവിടെ പറയുന്നുണ്ട് അത് മാത്രമല്ല അതിന്റെ
വെനൽ ഡിസീസസ് വെനൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും അത്തരത്തിലുള്ള രോഗകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിനകത്ത് എന്ത് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അഡ്വാൻസ് കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും കുറച്ചും കൂടി നമുക്കറിയാം ഇതിന്റെ ഒരു ഇത് അല്ലെ, ഈ കാലഘട്ടത്തിൽ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ കോസ്മെറ്റിക് വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അവിടെ അത്തരത്തിലുള്ള സർവീസ് എന്താണ് ചെയ്യുന്നത്, ഡെർമറ്റോളജി സർവീസസ് ഫോർ മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് അഗ്നെ അല്ലെ, കാൾസ് പിഗ്മെന്റേഷൻ, എന്തെങ്കിലും പാടുകളൊക്കെ അല്ലെ, ഈ പറഞ്ഞ മാത്രമേ കുരുക്കളൊക്കെ കുത്തി പോയി കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ വിറ്റിലൊക്കെ എന്താണ് മറ്റേ പാണ്ട് എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും അല്ലെ ചേച്ചി വന്ന കുട്ടികളെ പാണ്ടുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ കാര്യങ്ങള് അതായത് മുടി കൊഴിച്ചിലും മുടി കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ അല്ലെ, മുടി ഇല്ലാത്ത അവസ്ഥയും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം കോസ്മെറ്റോളജി വിഭാഗം ആണ് സർവീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. അത് ഡെർമറ്റോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ അൺവാണ്ടഡ് ഹെയർ ഫോൾസ് റിംഗ്ലിംഗ് ആൻഡ് ഏജിങ് സ്കിൻ, അതായത് നമുക്കറിയാം ഹെയർ അല്ലെ ആവശ്യമില്ലാത്ത നമുക്കറിയില്ല, ഇപ്പൊ പ്രത്യേകിച്ച് കുറച്ചുകൂടി നമുക്കറിയാം അല്ലെ, കുറച്ചുകൂടി എന്താ പറയുക ഏജിങ്ങിനനുസരിച്ചിട്ടുള്ള ഹെയർ ഒക്കെ വരുമ്പോൾ അല്ലെ, വൈറ്റ് ഹെയർസ് ഒക്കെ വരുമ്പോൾ അതിന്റെ റിമൂവിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മോൾസ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളികൾ അല്ലെ, മുഖത്തൊക്കെ നിറയെ കറുത്ത പുള്ളികളും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കാക്കപ്പുള്ളികളൊക്കെ വരുമ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പിന്നെ അതേമാതിരി വേർഡ്സ് ഒക്കെ പറയുമ്പോൾ അരിപ്പാറ റിംഗ്ലിംഗ് ആൻഡ് പിന്നെ എന്താണ് ഏജിങ് സ്കിന്ന് അല്ലെ, നമ്മുടെ ശരീരത്തിന് യുവത്വം നിലനിർത്താൻ പറ്റുന്ന സ്കിന്നുകളുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം വാർദ്ധക്യപരമായിട്ടുള്ള സ്കിന്നുകളൊക്കെ റിമൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോസ്മെറ്റോളജി വിഭാഗത്തിനെയാണ് സമീപിക്കുന്നത്. സോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക മെയിൻ ആയിട്ട് സ്കിന്ന്, ഹെയർ, നെയിൽ. എപ്പോഴും നമ്മൾ സ്കിന്നിനെയാണ് അല്ലെ ഓർമ്മയിലേക്ക് വരുന്നത്. സ്കിൻ ഡെർമറ്റോളജി വിഭാഗം, സ്കിൻ മാത്രമല്ല ഹെയർ, നെയിൽ. അത് മാത്രമല്ല കോസ്മെറ്റോളജി എന്ന പ്രത്യേക വിഭാഗം അതുമായി ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വീഴുന്ന എല്ലാ പാടുകളും അല്ലെ, എന്തെങ്കിലും കേസ് നോക്കുകയാണെങ്കിൽ അരിമാറയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ചർമ്മം ചുരുമുടി യുവത്വത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റും ലഭ്യമാക്കി തരുന്നത് കോസ്മെറ്റോളജി വിഭാഗമാണ്, നമ്മുടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ അല്ലേ, ക്ലിയറാണോ? ഓരോ ഇത് കഴിയുമ്പോൾ ഓർത്ത് പോവുക, ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ ഓർത്ത് പോവുക. അനസ്തേഷ്യോളജി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഡെർമറ്റോളജി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ അല്ലേ, ENT വിഭാഗം അല്ലെ, എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ENT ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അങ്ങനെയാണ് അത് എല്ലായ്പ്പോഴും കേൾക്കുക, ഓർത്ത് വെക്കുക. ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ, നമുക്ക് അല്ലെ ചെവി, മൂക്ക്, തൊണ്ട അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വൈയായികകളും നീക്കം ചെയ്യുന്നതിന് നമുക്കറിയാം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമാണ് എഴുതിയിരിക്കുന്നത്. As the name indicates, this department deals with the ailments concerned with the ear, nose and throat. അല്ലെ, ഇവിടെ തൊണ്ടയുടെയും മൂക്കിന്റെയും ഇയറിന്റെയും അല്ലെ എല്ലാ തരത്തിലുള്ള രോഗാവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിന് ഡിപ്പാർട്ട്മെന്റ് ആണ് ENT ഡിപ്പാർട്ട്മെന്റ്. Doctor who is trained in the medical and surgical treatment of the ears, nose, throat and related structure of the head and neck is generally referred to an ENT surgeon or a specialist or otorhinolaryngologist. അതായത് ഇവിടെ 3 പേരുകളിൽ ഇവരെ അറിയപ്പെടുന്നുണ്ട്. സർജൻ, ENT സർജൻ, ENT സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോലാറിഞ്ചോളജിസ്റ്റ്. ആ പേരിനും കൂടി ഓർത്ത് പഠിക്കുക, കാരണം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓട്ടോലാറിഞ്ചോളജിസ്റ്റ് അല്ലെ, അപ്പൊ അത് ആ പേരും കൂടി ഓർത്ത് പഠിക്കുക. അതല്ലെങ്കിൽ ഈ പേര് കാണുമ്പോൾ ഇത് ഏത് വിഭാഗമാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരരുത്. അത് ENT ഡിപ്പാർട്ട്മെന്റ്.
ENT വിഭാഗമാണ്. ENT സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ENT സർജനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. ഓക്കെ ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്തോ ആ പോയിന്റ്? ഓക്കെ. അപ്പൊ ENT എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ആ ENT കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇയർ ആൻഡ് നോസ് ആയിട്ട് അവരുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കെയർ ലഭ്യമാക്കുന്നവരുടെ പേര് അല്ലെ സർജൻ, ENT സർജൻ നമുക്ക് വിശേഷിപ്പിക്കാം, സ്പെഷ്യലിസ്റ്റ്, ദെൻ ഓട്ടോ ലാറിഞ്ചോളജിസ്റ്റ് അല്ലെ. അത്തരത്തിലുള്ള 3 പേരുകളോട് ഓർത്തിരിക്കുക. The parts covered under this specialty includes ears, nose, and nasal passages, then larynx, voice box, oral cavity, and mouth and throat, as well as the structure of the neck and face. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ ഇയർ, അതേമാതിരി തന്നെ ത്രോട്ട്. ഓക്കെ, നമുക്ക് ആ ഒരു വിഭാഗം തന്നെ എടുത്തു കഴിയുമ്പോൾ ആ ഇയർ, നോസ്, ത്രോട്ട് എന്ന് പറയുമ്പോൾ ഇത് കണക്ട് ചെയ്ത് വരുന്ന മറ്റു വിഭാഗം അല്ലെ. നമ്മുടെ വോയിസ് ബോക്സ് ആണെങ്കിലും പാളികൾ അല്ലെ, പാസേജ്, നോസ് ആൻഡ് നാസൽ പാസേജസ്. അതായത് നമുക്കറിയാം മുക്കിൽ നിന്നാണെങ്കിലും കണ്ണിൽ നിന്നെല്ലാം ആണെങ്കിലും അതിന്റെ സെഗ്മെന്റ്സ് അല്ലെ, അവിടെ അതുമായി ബന്ധപ്പെട്ട കണ്ണുനീരാണെങ്കിലും മുക്കിൽ നിന്നാണെങ്കിലും അതിന്റെ അത് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതും പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പാത്ത് അവിടെ കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, തടസ്സങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് അസുഖങ്ങളും ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ENT ഡോക്ടറെ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെ ഒക്കെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എടുത്ത് പറയുന്നത് the parts covered under this specialty includes ears, nose, and nasal passages, larynx, then larynx, voice box, oral cavity, and mouth and throat. Okay, as well as the structure of the neck and the face. നമ്മുടെ ഫേസിന്റെ നെക്കിന്റെ ഘടനയിൽ തന്നെ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടിലൊക്കെ എന്തെങ്കിലും നല്ല കൃത്യമായിട്ടുള്ള ഘടനയിൽ അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും ഇയേഴ്സിന് എന്തെങ്കിലും ഘടന അതിന്റെ സ്ട്രക്ചർ ശരിയല്ലെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഡോക്ടറിനെയാണ് സമീപിക്കേണ്ടത്. Then it includes a treatment of a variety of alignment like. അതായത് താഴേക്ക് വരുന്ന പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെ തന്നെയാണ് സമീപിക്കുന്നത്. അതിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസ്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ചെവിവേദന വന്നാലും അല്ലെ ജലദോഷമൊക്കെ കൂടി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് തടസ്സങ്ങൾ വരും അല്ലെ. മുതിർന്നവരെ പോലെയല്ല, നമുക്ക് അല്ലെ നമുക്ക് തടസ്സങ്ങൾ ഇപ്പോഴും മാത്രം തന്നെ ഒഴുക്ക് ശരിയല്ലെങ്കിലൊക്കെ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ശ്വാസം കിട്ടാത്ത അവസ്ഥകളൊക്കെ വരും. കൊച്ചു കുട്ടികളിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യും അല്ലെ. മുക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ത്രോട്ട് ഡിസീസുകൾക്ക് അല്ലെ, തൊണ്ടവേദന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമീപിക്കുന്ന ENT ഡോക്ടറെയാണ്. അതേപോലെ തന്നെ നെക്ക് ലംസ് അല്ലെ, അതായത് കഴുത്തിലെ മുഴകൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള മുഴകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ENT ഡോക്ടർ തന്നെയാണ് കാണിക്കേണ്ടത്. ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, എന്തെങ്കിലും അർബുദവുമായി ബന്ധപ്പെട്ട അതായത് നെക്കും ഹെഡുമായി ബന്ധപ്പെട്ട് വരുന്ന അർബുദ ചികിത്സയ്ക്കെല്ലാം ENT ഡോക്ടറിനെ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെയൊക്കെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ടിയർ ഡക്ട് പ്രോബ്ലംസ്. എന്താണ് ടിയർ ഡക്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്? അതായത് കണ്ണുനീര്. ഓക്കെ, കണ്ണുനീര് നമുക്കിലൂടെ നമുക്കറിയാം ഒഴുകി പോകേണ്ടതുണ്ട്. കണ്ണുനീര് ഒഴുകി കൃത്യമായിട്ട് രീതിയിൽ തന്നെ ഒഴുകി പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നിറഞ്ഞ കണ്ണുനീർ നാളിന്റെ പ്രശ്നം കൊണ്ടാണ് അത് ഒഴുകി പോകാനായിട്ട് സാധിക്കാതെ വരുന്നത്. നമുക്കറിയാം പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ആണെങ്കിൽ കണ്ണുനീര് അങ്ങനെ പോകാൻ സാധിക്കാത്ത അവസ്ഥകൾ വരാറുണ്ട്. അതല്ലെങ്കിൽ ചുവന്ന കണ്ണുകൾ, അതൊക്കെയാണ് ലക്ഷണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് ജന്മനാ തന്നെ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വരാം. ഒരു വയസ്സിനുള്ളിൽ തന്നെ അത് റിക്കവർ ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വൈകാരികകള് തീർച്ചയായിട്ടും ENT ഡോക്ടേഴ്സിനെ തന്നെയാണ് സമീപിക്കേണ്ടത്. കൊച്ചുകുട്ടികളില്
കണ്ണുനീരുമായി ബന്ധപ്പെട്ട് അത് ഒഴുകി പോവാതെ അടഞ്ഞ കണ്ണുനീർ നാളി എന്ന് തന്നെയാണ് ഈ ഒരു ഇയർ ഡക്ട് പ്രോബ്ലത്തിനെ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറയുന്നത് അടഞ്ഞ കണ്ണുനീർ നാളി, അതായത് ഈ ഒഴുക്ക് ഉണ്ടാവാതെ വരിക, കണ്ണുനീരിന്റെയൊക്കെ ഒഴുക്ക് സുഗമമായിട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഈ പ്രോബ്ലം ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ENT സ്പെഷ്യലിസ്റ്റിനെയാണ് സമീപിക്കേണ്ടത്. കൊച്ചുകുട്ടികളിൽ ഇത്തരത്തിലുള്ള വൈകാരികകൾ ഒരു വയസ്സിനുള്ളിൽ തന്നെയാണ് അത് റിക്കവർ ചെയ്ത് കഴിയുന്നത്. ഒരു വയസ്സിനുള്ളിൽ മാറിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ചെയ്യാൻ ഡക്ട് പ്രോബ്ലം എന്താണെന്ന് നോക്കിയില്ലേ? ക്ലിയറാണോ? അതൊന്നും പഠിക്കട്ടെ, പക്ഷെ ഓർത്ത് വെക്കുക, ക്ലിയർ ഡക്ട് പ്രോബ്ലം വരുമ്പോൾ ഏത് ഡോക്ടറെ സമീപിക്കേണ്ടതെന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഓർത്ത് വെക്കണം, ENT ഡോക്ടറെയാണ് സമീപിക്കുക. ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് നമുക്കറിയാം അല്ലേ? വലിയ മുതിർന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറയും ഇയർ ബാലൻസിന് പ്രശ്നമുണ്ട് അല്ലെ? അപ്പൊ അതേമാതിരി തന്നെ അവരുടെ കേൾവി ശക്തിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ, കേൾവി കുറവുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം അതിനും ഈ ENT സ്പെഷ്യലിസ്റ്റിനെയാണ് സമീപിക്കേണ്ടത്. ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, ഇയർ ബാലൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കേൾവി ഇല്ല, കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ENT ഡോക്ടറെയാണ് സമീപിക്കേണ്ടത്. ഓക്കെ അല്ലേ? സ്നോറിങ്, എന്താണ് സ്നോറിങ് എന്ന് പറയുന്നത്? കൂർക്കം വലി. യെസ്, വെരി ഗുഡ്. കൂർക്കം വലി അല്ലെ? അതും ഒരു തരം അസുഖമാണ്, നമുക്കറിയാം. അത് കൂടിപ്പോയാലും അല്ലെ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. വളരെ വലിയ പ്രശ്നമില്ലാത്ത ഒരു അസുഖം തന്നെയാണ്, എങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഭവിഷ്യത്തുകളും ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിനും ഇവരെ ആരെയാണ് സമീപിക്കുന്നത്? ENT ഡോക്ടേഴ്സിനെയാണ് സമീപിക്കേണ്ടത്. സ്നോറിങ് ഓർത്ത് വെക്കുക. ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. സ്നോറിങ്. ENT അലർജി പ്രോബ്ലംസ്. നമ്മളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ട് ഏത് ഡോക്ടറെയാണ് സമീപിക്കേണ്ടത്, ഏത് വിഭാഗത്തിനെയാണ് കാണേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഓർത്ത് വെക്കണം. ഇതിന്റെ മീനിങ് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാം ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് അല്ലെ? ENT സ്പെഷ്യലിസ്റ്റിനെയാണ് കാണേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കി തന്നെ പോവുക. ENT അലർജി പ്രോബ്ലംസ് നമുക്കറിയാം. വളരെ എന്തെങ്കിലും അലർജിയുമായി ബന്ധപ്പെട്ട് നോസ്, ചെവി, ബന്ധപ്പെട്ട് എന്തെങ്കിലും അലർജി വരുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കറിയാം എന്തെങ്കിലും തണുപ്പ് അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കാലാവസ്ഥയിലുള്ള വേരിയേഷൻസിലെല്ലാം തന്നെ അലർജി അനുഭവപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഭാഗത്തിന് അല്ലെ, നോസിനും തൊണ്ടയ്ക്കൊക്കെയാണ്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ENT സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്ലാന്റ് ഡിസീസസ്, ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ. ഓക്കെ, അപ്പൊ ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ENT സ്പെഷ്യലിസ്റ്റിനെ കാണുക. വോയിസ് ഡിസോർഡേഴ്സ്, നമ്മുടെ ശബ്ദത്തിനും എന്തെങ്കിലും അല്ലെ, കേൾവി, ശബ്ദം, അതേപോലെ തന്നെ സലൈവറി ഗ്ലാൻഡ് അല്ലെ, വായുവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമ്മുടെ നോസിലൂടെ ആണെങ്കിലും കണ്ണിലൂടെ ആണെങ്കിലും വരുന്ന അതിന്റെ കണ്ണിൽ നിന്ന് വരുന്ന വ്യാപകങ്ങളുടെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് വിളിക്കുന്ന എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സമീപിക്കേണ്ടത് ENT സ്പെഷ്യലിസ്റ്റിനെയാണ്. ാണോ? എന്തെങ്കിലും പോയിന്റ്സ് കിട്ടാത്ത എന്തെങ്കിലും ചോദിച്ചു പോവാട്ടോ. ടെസ്റ്റ് വായിച്ചു പോവാ. കാരണം ഇത് ഇങ്ങനെ കാട്ടി പഠിച്ചൊന്നും പോകണ്ട, പക്ഷെ മനസ്സിലാക്കി പഠിക്കണം. ഒരു ഭാഗമായതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, ടെസ്റ്റ് വായിച്ചു നോക്കുക.
ഒക്കെയാണ്. അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എൻഡോക്രിനോളജി ആണ്. എൻഡോക്രിനോളജി എന്ന് നോക്കാം. ഹോർമോണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഓരോന്നിനും ജസ്റ്റ് ആ ഒരു പേര് ഓർത്ത് വെക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പതിയെ സ്ലോ ആയിട്ട് പോകുന്നത്. ചിലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കുറച്ച് നോളജ് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറവായിരിക്കാം. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് എൻഡോക്രിനോളജി? ഹോർമോണുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും വൈകാരികൾ. തീർച്ചയായിട്ടും നമുക്കറിയാം, കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ മുതൽ ഓരോ ഹോർമോണുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം വളരെ ചെറിയ ഏജുകളൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വേരിയേഷൻസ് ഒക്കെ അവിടെ പ്രകടമാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കറിയാം ഹോർമോണിന്റെ ചേഞ്ചസ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ വരുന്ന ചേഞ്ചസുകൾക്കൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എങ്കിൽ ഏത് വിഭാഗത്തിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? എൻഡോക്രിനോളജി വിഭാഗത്തിനെയാണ്. ഓക്കെ, നമുക്കറിയാം മുതിർന്നവരിലാണെങ്കിലും അല്ലെ, അതേമാതിരി തന്നെ അഡൽറ്റുകളിലൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് ഹോർമോൺ ചേഞ്ചിങ്ങിന്റെ വേരിയേഷൻസ് അത് ഫീൽ ചെയ്യും. അതനുസരിച്ചുള്ള ചികിത്സ അതേ ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് നോക്കാം. എൻഡോക്രിനോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ്സ് ടു ദ എൻഡോക്രൈൻ സിസ്റ്റം. അല്ലെ, നമ്മുടെ അതുമായി ബന്ധപ്പെട്ട അല്ലെ വളർച്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹോർമോണിന്റെ എന്തെങ്കിലും വേരിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റഡിക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഭാഗമാണ്. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ പാൻക്രിയാസ്, ദ തൈറോയിഡ്, പാരാതൈറോയിഡ്, പിന്നെയുള്ള ഹൈപ്പോതലാമസ്, അഡ്രിനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഹോർമോണിന്റെ ചേഞ്ചസ് പുതിയ ജനറേഷൻ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കറിയാം അഡൽട്ട് സ്റ്റേജ് തുടങ്ങി അവർക്ക് ആ ചേഞ്ചസ് ഒക്കെ എല്ലാവർക്കും വന്നുകൊണ്ടേയിരിക്കണം. സോ അതുമായി ബന്ധപ്പെട്ടുള്ള വളർച്ച ഹോർമോണുകളുടെ പേരുകളും കാര്യങ്ങളൊക്കെയാണ്. ചിലതിൽ നമുക്കറിയാം നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥകളും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ എല്ലാം അല്ലെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോണുകളാണത്. അതായത് അല്ലെ ഭയം വരുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ടാണത്. നമ്മുടെ വളർച്ച ഓരോ സമയത്ത് പൊരുത്തപ്പെട്ട് പോകാനൊക്കെ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഹോർമോണുകളുണ്ട്. ഇതെല്ലാം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലെ, എല്ലാവരും തന്നെ അത് പഠിച്ചു പോയിട്ടുണ്ടാവും. സോ ഓർത്ത് വെക്കുക, ഇത്തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ്? എൻഡോക്രിനോളജി ഡിപ്പാർട്ട്മെന്റിനെയാണ്. ഓക്കെ, അപ്പൊ ഹോർമോൺസുകളുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റ്. അവിടെ നമുക്കറിയാം ഉൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ടതില്ല. ഓർത്ത് വെക്കുക, ഹോർമോണുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും തകരാറുകൾക്കൊക്കെ അതിന്റെ ചികിത്സാ സഹായം തേടുന്നതിന് എൻഡോക്രിനോളജി വിഭാഗത്തിനെയാണ് സമീപിക്കുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു സെന്റൻസ് മാർക്ക് ചെയ്ത് ഇതൊക്കെ ഹോർമോണുകളാണെന്നുള്ളതിന് നോട്ട് ചെയ്ത് പോവുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക, എൻഡോക്രിനോളജി വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്. ഹോർമോണുകളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചികിത്സാ കാര്യങ്ങൾക്ക് എൻഡോക്രിനോളജിയെയാണ് സമീപിക്കുന്നത്. എൻഡോക്രിനോളജി എന്താണ് ഇവിടെ പറയുന്നത്? ഈസ് എ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് deals with the study of hormones and hormones related to the glands. Okay, അപ്പൊ നമുക്കറിയാം അതിന്റെ വളർച്ച കൂടിപ്പോയാലും പ്രശ്നം വീണ്ടും ആയ നോക്കാം. അതായത് ഫാന്റെ സൗണ്ടില് കുട്ടികളുടെ നോക്കാം. Endocrinology is a medical super specialty that deals with the study of hormones and hormones related to the glands. നമുക്കറിയാം ഈ ഹോർമോണുകളെ വളർച്ച കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. അതിന്റെ ഒരു സന്തുലിതാവസ്ഥയിൽ തന്നെ അത് കൈകാര്യം ചെയ്തു പോകണം അല്ലെ. അതുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം
ആ ഗ്രന്ഥി അല്ലെ, ആ ഒരു ഹോർമോൺ അല്ലെങ്കിൽ ആ ഗ്രന്ഥി അത് കൃത്യമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പോകണം. അത് ഉത്പാദിപ്പിക്കുന്നതാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അത് കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കേണ്ട വസ്തുക്കൾ കൃത്യമായിട്ട് ഉത്പാദിപ്പിച്ചില്ല എങ്കിലാണ് ബോഡിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരത്തിലുള്ള ഏത് അസുഖങ്ങൾക്കും ട്രീറ്റ് ചെയ്യേണ്ട വിഭാഗമാണ് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. They work closely with the specialist in ophthalmology, then radiation oncology, surgery obstetrics. നമുക്കറിയാം നേത്ര ചികിത്സാ വിഭാഗവും അതേമാതിരി തന്നെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം, ക്യാൻസർ അല്ലെ ഐ വിഭാഗം, അതേമാതിരി തന്നെ റേഡിയേഷൻ ഓങ്കോളജി അല്ലെ. അതായത് നമുക്കറിയാം ക്യാൻസർ വിഭാഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അധികം അല്ലെ വലുതായാലും നമുക്കറിയാം അത് അധികം വലുതാകുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും ഒരു ക്യാൻസറിന്റെ ഒരു ലക്ഷണ കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്യാൻസർ സംബന്ധമായ ട്രീറ്റ്മെന്റും അതിനോടനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്നു. സർജറി ഒബ്സ്റ്ററിക്സ് നമുക്കറിയാം പ്രസവ സംബന്ധമായിട്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രത്യുൽപാദന ശിശുവും കാര്യങ്ങളൊക്കെ ഈ ഒരു എൻഡോക്രിനോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ലോസ്ലി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഒപ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജറി ഒബ്സ്റ്ററിക്സ്. ഒബ്സ്റ്ററിക്സ് വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗൈനക്കോളജി അല്ലെ, അവിടെ പ്രസവ ചികിത്സാ കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന വിഭാഗമാണ്. ഓങ്കോളജി എന്ന് പറയുമ്പോൾ അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒപ്താൽമോളജി എന്ന് പറയുന്നത് കണ്ണുമായി നേത്ര ചികിത്സാ വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഭാഗമാണ്. ഇതെല്ലാം ഇതിനോട് ചേർന്ന വിധത്തിൽ തന്നെ കോഴ്സുകൾ റിലേറ്റ് ചെയ്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ. Transplantation and other specialty areas to provide a multidisciplinary approach to a person's medical problems, including then diabetes, nutrition, calcium bone disorder, then pituitary gland adrenal disorders, thyroid disorders, then transgender and intersex medicine and transplantation. നമുക്കറിയാം എന്താണ് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തുക എന്ന് പറയുന്നത് അല്ലെ, ഒരു കുറച്ചും കൂടി അല്ലെ മൊത്തത്തിൽ നമുക്കറിയാം അത് ഒരു അല്ലെ മൊത്തത്തിൽ ചേർന്ന വിധത്തിൽ അതിനോട് ചേർന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. മൊത്തത്തിൽ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താവുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. എന്തും അല്ലെ നമുക്കറിയാം എന്തെങ്കിലും ഹോർമോണിന്റെ ചികിത്സകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് അല്ലെ റിമൂവ് ചെയ്യേണ്ടതുണ്ടാവും, പക്ഷെ അതേപോലെ തന്നെ ചിലത് സ്ഥാപിച്ചിരിക്കേണ്ടതുണ്ടാവും. അപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ്സും എല്ലാം തന്നെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ഏരിയസ് ടു പ്രൊവൈഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു എ പേഴ്സൺ മെഡിക്കൽ പ്രോബ്ലം. നമുക്കറിയാം ചില വ്യക്തികളുടെ പ്രോബ്ലംസ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് തന്നെ അല്ലെ വ്യക്തിയുടെ ഗ്രോത്തിനനുസരിച്ചിട്ടാണ് അത് അല്ലെ എല്ലാ പ്രത്യുൽപാദന ശേഷിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുട്ടിയുടെ അഡൽട്ട് കാര്യങ്ങൾക്കൊക്കെ ശേഷമാണ് വരുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഈ പ്രോബ്ലംസുകളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പല ട്രീറ്റ്മെന്റുകൾക്ക് നമ്മൾ വിധേയമാകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഒപ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജറി ഒബ്സ്റ്ററിക്സ്, അതേമാതിരി തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് അതർ സ്പെഷ്യാലിറ്റി അല്ലെ. അവിടെ പ്രത്യുൽപാദന ശിശുവുമായി ബന്ധപ്പെട്ട് അത് നമുക്കറിയാം ആ ഒരു അറ്റ് എ ടൈമിൽ തന്നെ നേടിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. ഇതില് പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു എ പേഴ്സൺ മെഡിക്കൽ പ്രോബ്ലംസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡയബറ്റീസ്, ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴായിരിക്കും ചികിത്സാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴായിരിക്കും അവിടെ അല്ലെ അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ആ വ്യക്തിക്ക് ഡയബറ്റീസ് അസുഖത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെ. അപ്പൊ അതായിരിക്കാം പലതിനും മറ്റു ഹോർമോണുകളുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ത്വരിതമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡ്യൂസിനൊക്കെ പ്രോബ്ലം ആയിട്ട് വരാനായിട്ടുള്ള കാരണം വരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ ആ വ്യക്തിക്ക് ലഭ്യമാക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ഡയബറ്റീസ് അസുഖം അതുകൊണ്ടാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ചില അസുഖങ്ങൾ ഉള്ളവർക്ക് ചില ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൂടി നേടിയെടുക്കേണ്ടതായിട്ട് വരും.
ഡയബറ്റീസ് പേഷ്യൻസിന് ഇത്തരത്തിലുള്ള എന്താണ് നമ്മൾ പറഞ്ഞ എൻഡോക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട ചില ട്രീറ്റ്മെന്റുകൾ കൂടി ചിലപ്പോൾ ലഭ്യമാക്കേണ്ടതായിട്ട് വരുന്നു. ന്യൂട്രീഷൻ പോഷകാഹാര കുറവ് കാരണം ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ അല്ലെ ചില വളർച്ചാ ഹോർമോണുകളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അതെന്തെങ്കിലും ഭക്ഷണ കുറവുകൾക്കോ എന്തെങ്കിലും അല്ലെ എന്താണ് പോഷക സമൃദ്ധമായിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ കൊണ്ടായിരിക്കാം. സോ ന്യൂട്രീഷൻ ഇതിനോട് ചേർന്ന് തന്നെ ട്രീറ്റ്മെന്റ് അല്ലെ ന്യൂട്രീഷനോളജി ചെയ്യുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ഡയറ്റീഷ്യനെ കണ്ട് അല്ലെ ന്യൂട്രീഷനൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ടാവുന്ന പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രായത്തിൽ അവരുടെ സ്റ്റേജിലൊക്കെ ആവുമ്പോൾ അവർക്ക് ലഭ്യമാകാറുണ്ട് അല്ലെ. അവർക്ക് ശരിക്കും നേടിയെടുക്കേണ്ട ഗ്രോത്ത് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ടെല്ലാം നിർദ്ദേശിക്കും. എന്താണ് അതായത് നമുക്ക് കാൽഷ്യക്കുറവ് കാരണം എന്തെങ്കിലും ഡിസോർഡർ സംഭവിക്കുമ്പോഴും അല്ലെ കാൽഷ്യക്കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഹോർമോണുകളിലെ വേരിയേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എടുക്കേണ്ടതായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഡ്രിനൽ ഡിസോർഡർ ഇതെല്ലാം നമുക്കറിയാം ഓരോ ടൈമിൽ അവർക്ക് ലഭ്യമാക്കേണ്ട ഹോർമോണുകൾ അല്ലെങ്കിൽ പ്രോബ്ലം കൊണ്ട് വരേണ്ട ഹോർമോണുകളാണ് ആ ചേഞ്ചസിനെല്ലാം കാരണം ഏതാണോ അല്ലെ. അത് തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോ എന്തെങ്കിലും പ്രോട്ടീന്റെ കുറവായിരിക്കും, ചിലപ്പോ അല്ലെ ഇൻ കേസ് നമുക്കറിയാം പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തി കുട്ടികളിൽ ഉണ്ടാകും. സോ അങ്ങനെയായിരിക്കും അവരുടെ ഹോർമോണിലെ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ടാവും. തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻസ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൈറോയിഡ് കൂടിയാലും പ്രശ്നമാണ്, തൈറോയിഡ് കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതിന്റെ ആ വളർച്ച, ആ ഗ്ലാൻഡിന്റെ വളർച്ച ചില രീതിയിലെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതെല്ലാം നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെയാണ് സമീപിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ അവിടെ നമുക്കറിയാം ലിംഗം അല്ലെ അതിന്റെ ആ ഒരു മെയിലും ഫീമെയിലുമായിട്ടുള്ള ഒരു വേരിയേഷൻസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഡിസോർഡർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർസെക്സ് മെഡിസിൻസ് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ടാക്കിൾ ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞ മാതിരി ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ് എന്തെങ്കിലും നടപ്പാക്കേണ്ടതുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു എൻഡോക്രിനോളജി ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടത്. ാണോ ജസ്റ്റ് വായിച്ചു നോക്കുക. കുറെ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പതിച്ചു വെക്കുക. എന്തെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മള് കണ്ടു ഇയർ നോസ് ആൻഡ് തോട്ട്, അത് ഇതുമായി എന്താണ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാത്ത മറ്റൊരു പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ. സർജൻ ഇൻ കേസ് ENT സർജൻ, ENT സ്പെഷ്യാലിസ്റ്റ്, അതൊക്കെ സ്പെഷ്യലിസ്റ്റ്, അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പക്ഷെ ഓട്ടോക്ലാറിൻജോറിസ്റ്റ് അല്ലെ, അത് നമ്മൾ ഓർത്തിരിക്കാത്ത പേരാണ്. അങ്ങനെ സ്പെഷ്യൽ നെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചേർത്ത വിധത്തിൽ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിച്ചു പോകാനുണ്ട്. ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പോകാമോ? ഇതില് ചോദിച്ചു കാണാറുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിനെ ചോദിച്ചു കാണാറുണ്ട്. ഇതിൽ ആ ഒരു പേരുണ്ട്, എന്താണ് endocrinology is a medical super specialty that deals with the study of hormones and hormones related to the plants.
അടുത്ത ഭാഗത്തേക്ക് പോകാം. അല്ലേ, ഇത് കേൾക്കുമ്പോ തന്നെ അറിയില്ലേ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഡയബറ്റീസ്, ന്യൂട്രീഷൻസ്, കാൽഷ്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെയൊക്കെ കുറവ് വരുമ്പോൾ എന്തെങ്കിലും ഹോർമോണുകളുടെ അഭാവങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലുള്ള വൈകാരികൾ തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ അല്ലെ നമ്മൾ സാധാരണ ഒരു ഫിസിഷ്യനെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഫിസിഷ്യനെ മറ്റേ ഗ്രൂപ്പൊക്കെ ആയിരിക്കും ആദ്യം തന്നെ നോക്കുന്നത്. അല്ലെ, അതൊക്കെ വേരിയേഷൻസ് വരുമ്പോൾ അവര് ഓരോരോ സ്പെഷ്യലിസ്റ്റിന്റെ ഒക്കെ അടുത്തേക്ക് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവര് അല്ലെ ഇൻ കേസ് കുട്ടികളുടെ ഏജും ആ ഒരു ഗ്രൂപ്പവും നോക്കിക്കഴിയുമ്പോൾ അത് ബാലൻസിങ്ങിലല്ല എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഏജില് വേരിയേഷൻസ് വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവര് വീടുന്ന ഒരു ഭാഗമാണ് എൻഡോക്രിനോളജി. അല്ലെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഓരോന്നിന്റെ ന്യൂട്രീഷൻ ആണെങ്കിലും ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും ആ ഒരു പേഷ്യൻസിന് ഇന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ഒരു എൻഡോക്രിനോളജി വിഭാഗത്തിലേക്ക് അവരെ റെഫർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഹോർമോൺസുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് പോകാം. ജെറിയാട്രിക്സ് എന്താണ്? ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതായിരിക്കും? സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു തോന്നുന്നു. ജെറിയാട്രിക്സ് വിഭാഗം എന്ന് പറയുന്നത് ഓൾഡ് അല്ലെ, ഏജ് നമുക്കറിയാം വാർദ്ധക്യത്തിൽ വരുന്ന പേഴ്സൺസിൽ വരുന്ന വൈകാരികൾ അല്ലെ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വരുന്ന വൈകാരികളെ ബേസ് ചെയ്ത് നമുക്ക് അഡൽസിന് വരുന്ന ഹോർമോൺ ചേഞ്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ചികിത്സ പറഞ്ഞ മാതിരി തന്നെ പ്രായമായവർക്കും വരുന്ന ചികിത്സാ കാര്യങ്ങളാണ് ജെറിയാട്രിക്സിൽ വരുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി equipped with doctors specialized in geriatric medicine if the elderly suffer from a wide range of illness and seek treatment. Okay, ഇവിടെ നമുക്കറിയാം ഒരുപാട് ഇൽനെസ് അസുഖങ്ങൾ എന്താണ് ആര് സഫർ ചെയ്യുന്നുണ്ടാവും ഈ പറഞ്ഞ ഏജ് അല്ലെ പ്രായമായവര് സഫർ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ ആണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നടപ്പാക്കുന്നത്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നടപ്പാക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിലൊന്നും ഇതിനകത്ത് കേൾവിയില്ലെങ്കിൽ നവഡേസിൽ നമുക്കറിയാം വാർദ്ധക്യ കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. പ്രധാനമായിട്ട് നമുക്കറിയാം വാർദ്ധക്യം വരുമ്പോൾ സ്ട്രോക്ക് അല്ലെ മെയിൻ ആയിട്ട് വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് സ്ട്രോക്ക്, അതായത് പക്ഷാഘാതം അല്ലെ, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു അവസ്ഥ, അതായത് ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു ഭാഗത്തിലേക്ക് പോവാതെ ആ ഒരു ഭാഗം ചലനമറ്റു പോകുന്ന ഒരവസ്ഥ അല്ലെ. നമുക്കറിയാം സ്ട്രോക്ക് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടൈമിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ ജെറിയാട്രിക് വിഭാഗത്തിലേക്ക് കറക്റ്റ് ടൈമിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സ്ട്രോക്ക് റിക്കവർ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. കാരണം ഇഞ്ചക്ട് ചെയ്ത് അല്ലെ മെഡിസിൻസ് പെട്ടെന്ന് തന്നെ ബ്ലഡ് സർക്കുലേഷൻ നടപ്പാകാവുന്ന മെഡിസിൻ ഇഞ്ചക്ട് ചെയ്ത ഇതും 8 അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും നമ്മൾ ആ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യക്ക് റിക്കവർ ചെയ്ത് പോരാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻ കേസ് ഇന്നർ ബ്ലീഡിങ്ങോ മറ്റു പുറത്തോ ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടാകും. അതേസമയം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള രോഗികളെല്ലാം തന്നെ എന്താണ് എളുപ്പത്തില് തന്നെ അസുഖങ്ങൾ മാറി വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ആ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് പ്രായമായവരിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രോക്കുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദഹനേന്ദ്രിയമായിട്ട് അല്ലെ അവിടെ ഗ്യാസ് ഒക്കെ കയറി അല്ലെ അവർക്ക് ബുദ്ധിമുട്ടുകൾ വീർപ്പുമുട്ട് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുന്ന ഒരു ടൈമൊന്നുമല്ല പ്രായമായ ടൈമൊക്കെ ആവുമ്പോൾ. അപ്പൊ കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടും അല്ലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന അല്ലെ ഒരു ഏജില് ആവുന്ന പ്രായമായ വ്യക്തികളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് കറക്റ്റ് ടൈമിങ്ങിൽ അവർ ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ കറക്റ്റ് ന്യൂട്രീഷൻ ലെവലിലുള്ള ഭക്ഷണങ്ങളൊന്നും അവർ കഴിച്ചെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗ്യാസ്ട്രോഎൻട്രോളജി അല്ലെ അവിടെ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ തീർച്ചയായിട്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നാണ് ജെറിയാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ അവർക്ക് ലഭ്യമാകുന്നത്. ഡയബറ്റീസ് അല്ലെ പൊതുവെ പ്രമേഹം
കൂടുതലൊക്കെ വരുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ അല്ലെ അവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഡയബറ്റീസ് ഒക്കെ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് നിർത്താം, എല്ലാം തരാനുള്ള സമയമില്ല. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് 3 എക്സാമ്പിള് ഡിസ്കസ് ചെയ്തു. സ്ട്രോക്ക്, ഗ്യാസ്ട്രോ എൻട്രോളജി, ഡയബറ്റീസ്. അതായത് ഇത്തരത്തില് വരാവുന്ന അസുഖങ്ങൾ ജെറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ പ്രായമായവരിൽ വരുന്ന ചികിത്സാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് വിഭാഗം. ജെറിയാട്രിക്സ് വിഭാഗത്തിലെ ഡോക്ടേഴ്സ് അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. This department is usually equipped with the doctors specialized in geriatric medicine since the elderly suffer from a wide range of illness. അല്ലെ, ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എൽഡർലി ബുദ്ധിമുട്ട് ഏജ് ഓവർ ആയിട്ടുള്ള, അതായത് പ്രായാധിക്യത്തിൽ വരുന്ന അസുഖങ്ങൾക്കുള്ള ചികിത്സാ സഹായം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ചെറിയ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സ്ട്രോക്ക്, ഗ്യാസ്ട്രോ എൻട്രോളജി, ഡയബറ്റീസ്, അതായത് ആ വിഭാഗവുമായി ബന്ധപ്പെട്ട അവർക്ക് ചികിത്സാ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.